സാറിൻ്റെ ഭാഷ വളരെ ആറ്റിക്കുറുക്കിയ ഒരു ഭാഷയാണ്. കത്തുകളാകുമ്പോൾ തന്നെ വളരെ ചെറുതായിരിക്കുകയും ചെയ്യും. മാത്രമല്ല കത്തുകൾ ഇന്നത്തെ സാഹചര്യത്തിൽ സാറിൻ്റെ കത്തുകളെല്ലാം വിമർശനാത്മകമായ കത്തുകളാണ്. എഴുത്തുകാരുടെ നിലപാടുകളെ ഒരു വശത്തെ സാറ് സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ കാഴ്ചപ്പാടിലെ പാളിച്ചകളെ നിശിതമായി വിമർശിക്കുന്നുണ്ട് സാർ. പക്ഷേ സാറിൻ്റെ സുഹൃത്തുക്കളാണ്, ഇപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടായാലും ബി രാജീവനായാലും കെ വേണുമായാലും സാറിൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് ഇവരെല്ലാം. സാറുമായി അടുത്ത് ഇടപഴകിയ ആളുകളാണ്. പക്ഷേ അവരുടെ ആശയങ്ങളോട് സാറ് ഏറ്റുമുട്ടുമ്പോൾ യാതൊരു വിധത്തിലുള്ള സൗഹൃദവും ആശയമണ്ഡലത്തിൽ സാറ് കാണിക്കുന്നില്ല. അപ്പോൾ ആ തരത്തിൽ നിശിതമായ വിമർശനത്തിൻ്റെ ഒരു ധാരയാണ് സാറിൻ്റെ കത്തുകളിൽ കാണുന്നത്. ഇന്നത്തെ സമകാലികമായിട്ടുള്ള ഒരു കേരളീയ അവസ്ഥ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ തരത്തിലുള്ള ഒരു വിമർശന ധാര സാഹിത്യത്തിലും മറ്റ് മേഖലകളിലുമൊക്കെ എഴുത്തിൻ്റെ മേഖലകളിൽ പൊതുവെ നഷ്ടപ്പെട്ടിരിക്കുന്നു. പൊതുവെ സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ ഈ വിമർശനം, അതിന് വിമർശനം എന്ന് പറയാൻ പറ്റില്ല. ആ വിമർശനം എന്ന ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥത്തെ എല്ലാം നശിപ്പിച്ചുകൊണ്ട് അത് പരസ്പരമുള്ള ഏറ്റുമുട്ടലോ ബലാബലങ്ങൾ ഹിംസാത്മകമായ ഒരു പ്രകടനമായിട്ടാണ് നമുക്കതിനെ കാണുക. ആ അർത്ഥത്തിൽ എങ്ങനെയാണ് സൗഹാർദ്ദപരമായി നിന്നുകൊണ്ട് തന്നെ സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെ ആശയങ്ങൾ കൊണ്ട് രൂക്ഷമായി സമരം ചെയ്യാം എന്ന് സാറ് കാണിച്ചു തരികയാണ്. എൻ്റെ കത്തുകൾ ആശയതലത്തിൽ വളരെ രൂക്ഷമാണ്. അതേസമയം ഞാൻ വിമർശിക്കുന്ന വ്യക്തികൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവർ, ഞാൻ ബഹുമാനിക്കുന്നത് പലരും എൻ്റെ ഗുരുസ്ഥാനെ, വെറും സുഹൃത്തുക്കൾ മാത്രമല്ല, വലിയ ടീച്ചറെ പോലുള്ള ഓക്കെ. അതുപോലെ എനിക്ക് എഴുത്തിലൂടെ മാത്രം പരിചയമുള്ള എത്രയോ പേര്, അവരൊക്കെ ഞാൻ ആ അർത്ഥത്തിൽ അത്ര കണ്ട് എന്നെ ആകർഷിക്കുന്നവരും ഞാൻ ബഹുമാനിക്കുന്നവരും. അവരോടുള്ള വിമർശനം എന്തുകൊണ്ടാണ് ഇത്ര രൂക്ഷമാകുന്നത് എന്ന ചോദ്യം ഞാൻ മനഃപൂർവ്വം രൂക്ഷമാക്കാൻ ശ്രമിക്കുന്നതല്ല. എനിക്കറിയാം. ഞാൻ പക്ഷെ അത് സംസ്കൃത രൂപത്തിൽ എന്ന് പറഞ്ഞ് സംക്ഷിപ്ത രൂപത്തിൽ ഓക്കെയാണ്. പിന്നെ ഇത് ആ സ്പേസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇത് പത്രാധിപർക്കുള്ള കത്തുകൾ എന്ന കോളത്തിൽ വരുന്ന കത്തുകളാണ്. അതിൽ എത്ര കണ്ട് വലിപ്പം കുറയുന്നു അത്രയും നല്ലതാണ്. എൻ്റെ ഈ 2 സമാഹാരങ്ങളിലും വരാത്ത കത്തുകൾ ഇനിയും ധാരാളമുണ്ട്. ഒക്കെ ചെറിയ ചെറിയ കത്തുകളും ചിലത് വലിപ്പമുള്ളതുണ്ട്. ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല തോന്നിയുണ്ട്, പല കാരണം കൊണ്ട് ചേർക്കാത്തതുണ്ട്. അപ്പോൾ ആ സ്പേസ് ഒരു വലിയ പ്രശ്നമാണ്. 1. 2, അപ്പോൾ എനിക്ക് ആറ്റിക്കുറുക്കി പറയേണ്ടതായിട്ട് വരും. പിന്നെ ഞാൻ എപ്പോഴും എഴുത്തിലും അവരോടുള്ള ബഹുമാനവും സ്നേഹവും കാണിക്കണമെന്നുള്ള പക്ഷക്കാരനാണ്. പക്ഷെ എനിക്കത് സാധിക്കാറില്ല. അതെൻ്റെ ഒരു പരിമിതിയാണ്. എൻ്റെ ഒരു വലിയ പരിമിതിയായിട്ടാണ് ഞാൻ എപ്പോഴും അതിനെ കാണുന്നത്. കാരണം നമ്മൾ ഈ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സംഭവം, അത് വാസ്തവത്തിൽ ഈ അപനിർമ്മാണം സാധ്യമാവുന്നത് ഇതിന് സ്നേഹം ഒരു വലിയ പശ്ചാത്തലമാണ്. സ്നേഹത്തിൻ്റെ ബന്ധത്തിനുള്ളിലൂടെ ഇത് സാധ്യമാണ്. ഇപ്പം സ്ത്രീക്ക് പുരുഷനെ മോചിപ്പിക്കണമെങ്കിൽ യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല, ബലം പ്രയോഗിച്ചിട്ടും കാര്യമില്ല. അയാൾ ഇങ്ങോട്ട് ബലം പ്രയോഗിക്കുന്നു, ഞാൻ തിരിച്ചങ്ങോട്ട് 2 കൊടുത്ത് അയാളെ നേരെയാക്കാം എന്ന് പ്രയോഗിക്കുന്നത് ഹിംസയ്ക്ക് പ്രസക്തി ഇല്ലാന്നാണ്. ഹിംസയ്ക്ക് പ്രസക്തി. അവിടെ ആ സ്നേഹത്തെ മുറുകെ പിടിച്ചിട്ട് വേണം, തന്നെ പിടിച്ചിട്ട് വേണം അവിടെ കാര്യങ്ങൾ ശരിയാക്കാൻ. അതൊരു വലിയ ആർട്ടാണ്, ഒരു വലിയ കലയാണ്. അത് എളുപ്പമല്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എളുപ്പമല്ലാത്തൊരു കാരണം ഞാൻ ബൗദ്ധികമായിട്ട് അവരെ വിമർശിക്കുന്നതിലൂടെ ഞാൻ ചില സൈദ്ധാന്തിക തത്വങ്ങളിലേക്ക് എത്തുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഈ സിദ്ധാന്തം ആദ്യം രൂപീകരിച്ചിട്ട് എഴുതല്ല, ഒരിക്കലും അല്ല. അപ്പം എനിക്ക് എൻ്റെ ആഗ്രഹമുണ്ട്, എനിക്ക് ഉള്ളിലുണ്ട്. അയ്യോ, ഓരോ കത്തും എഴുതുന്നതിന് മുമ്പ് ഞാൻ പലവട്ടം ആലോചിക്കും, വേണോ എൻ്റെ സുഹൃത്തല്ലേ, ഞാൻ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇതിൽ തന്നെ ഈ പുതിയ പുസ്തകത്തിൽ വന്നിട്ടുള്ള ബാലേന്ദ്രനൊക്കെ എൻ്റെ അടുത്ത സുഹൃത്താണ്, രാജീവനും ആയാലും വേണു ആയാലും പരിചയം, ആ രീതിയിൽ അവരൊക്കെ വിമർശിക്കും. പക്ഷേ എനിക്ക് ഈ വലിയൊരു കുറ്റബോധം ഉണ്ടായത് ചെറായി രാമദാസിനെ വിമർശിച്ചൊരു കുറിപ്പുകളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗവേഷണ രംഗത്തുള്ള ഡെഡിക്കേഷൻ
എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. പക്ഷെ അതിൻ്റെ സ്വാധീനം, ദുസ്വാധീനം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. എൻ്റെ സാവനയ്യപ്പൻ്റെ വീടിൻ്റെ അടുത്താണ് എൻ്റെ വീട്, പക്ഷെ എനിക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ. അതെനിക്കും ആ തലമുറയെപ്പറ്റിയുള്ള എല്ലാവർക്കും അത് ബാധകമാണ്. ഞാൻ സാവനയ്യപ്പൻ്റെ കൂടെ 5-10 ദിവസം ഉണ്ടായിരുന്നതാണ്. പക്ഷെ എനിക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്തും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വീട്ടിൽ ഞാൻ ഏകദേശം ഒരു 6ാം ക്ലാസ് 8ാം ക്ലാസ് വരെ ഞാൻ ദൈവദശകം ചൊല്ലിക്കൊണ്ടിരുന്നതാണ്, ഒരു ആചാരം എന്നുള്ളതായിരുന്നു. പക്ഷെ എനിക്ക് ഈ ഗുരുവിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നെ അതൊക്കെ പിന്നീട് മനസ്സിലാക്കിച്ചത് ഇവിടുത്തെ ദളിത് മൂവ്മെൻറ്റ്, KK കൊച്ച്, KK ബാബുരാജ്, അവർ KK കൊച്ചൻ്റെ മഹാരാഷ്ട്രയിലെ എൻ്റെ കോളേജ് മേറ്റാണ്. അപ്പോൾ അവരായിട്ടുള്ള സംസർഗം കൊണ്ടാണ് ഞാൻ ഗുരുവിനെ പറ്റിയും അയ്യപ്പനെ പറ്റിയും ഒക്കെ കൂടുതൽ. ഈ വിഷയത്തിൽ ഒന്ന് പെട്ടെന്ന് KK കൊച്ചിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോഴാണ്, ഇന്ന് ഇന്ത്യൻ സാഹചര്യത്തിൽ സംവരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ. മാത്രമല്ല ഇപ്പോൾ ഈ സംവരണവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ സാറിനടുത്ത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സംവരണത്തെപ്പറ്റി പറയുമ്പോൾ ഈ KEൻ്റെ ലേഖനത്തിൽ ഈ വിഷയം സാറ് ആ ലേഖനത്തോടുള്ള ഒരു പ്രതികരണക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതായത് അധികാരത്തിൻ്റെ വിതരണത്തിലെ നീതിയാണ് സംവരണം. പക്ഷേ ഈ സംവരണം ഈ സമാഹരണത്തിൻ്റെ ഉറവകളെ കാണുന്നില്ല എന്നൊരു വിഷയം സാർ ഉന്നയിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ അത് നമുക്ക് വളരെ, കാരണം ഇപ്പോൾ ജാതി സംവരണം മാത്രമല്ല ജാതി സെൻസസ് ഇപ്പോൾ വളരെ പ്രസക്തമായൊരു വിഷയമാണ്. ബീഹാറിൽ അത് കഴിഞ്ഞു. ജാതി സെൻസസ് വേണമെന്നുള്ള വാദം കോൺഗ്രസ് തന്നെ ശക്തമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന ഒരു വിഷയം കൊണ്ടുവന്നിട്ട് സംവരണത്തെ അട്ടിമറിക്കുന്നുണ്ട്. അപ്പോൾ സംവരണം എന്ന വിഷയത്തെ, ഈ സംവരണത്തിൻ്റെ ഒരു പ്രസക്തി ഉള്ളപ്പോൾ തന്നെ അതിൻ്റെ ഒരു പരിമിതിയെ സാർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതായത് ഈ സമാഹരണത്തിൻ്റെ ഉറവകളെ കാണുന്നില്ല, അധികാരത്തിൻ്റെ വിതരണത്തിലെ ഒരു നീതിയാണെന്നതും ഈ എങ്ങനെയാണ് ഈ അധികാരം സമാഹരിക്കുന്നതെന്നും വിഭവങ്ങൾ സമാഹരിക്കുന്നതെന്നും ആ വിഭവ സമാഹരണത്തെ പറ്റിയുള്ള പ്രശ്നം കൂടെ ചർച്ച ചെയ്യുമ്പോഴേ സംവരണത്തിൻ്റെ രാഷ്ട്രീയം പ്രസക്തമാവുമെന്ന് സാർ പറയുന്നുണ്ട്. അതൊന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. സംവരണത്തിൻ്റെ കാര്യം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷമാണ് ഇത്തരം വിഷയങ്ങളിൽ അടിത്തട്ട് ജനത കൂടുതൽ ജാഗരൂകരാകുന്നതും പ്രക്ഷോഭങ്ങളൊക്കെ നയിക്കുന്നു. അതിനു മുൻപ് നമുക്ക് അംബേദ്കർ എന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ പറ്റിയൊന്നും കാര്യമായിട്ട് പൊതുസമൂഹത്തിന് ഒരു ധാരണയില്ല ആയിരുന്നു. അപ്പം അംബേദ്കറും മാർക്സും തമ്മിലുള്ള കമ്പാരിസനെ പറ്റി ഒക്കെ ഞാൻ എഴുതുന്നത്. അപ്പം അന്ന് ആധുനിക മുതലാളിത്തം ഇന്ത്യയിൽ ഒക്കെ ഒരു കൊളോണിയൽ ചട്ടക്കൂടിനകത്തോടെ ഇന്ത്യയിലേക്ക് വരികയും ലിബറൽ ഡെമോക്രസിയുടെ അടിസ്ഥാനത്തിൽ ഒരു ദേശരാഷ്ട്രം ഉണ്ടാവുകയും അതിനൊരു ഭരണഘടന ഉണ്ടാവുകയും ആ ഭരണഘടനയിൽ ഈ പറയുന്ന സംവരണ അവകാശം അത് ആനുകൂല്യമല്ല, ഇത് ഡെമോക്രസിയുടെ ഒരു അടിസ്ഥാന തത്വം മാത്രം. സംവരണം എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം വേണമെന്നുള്ളത്, പ്രാതിനിധ്യം, അതായത് ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം എല്ലാ വിഭാഗങ്ങൾക്കും വേണം, ബ്രാഹ്മണർക്കും വേണം, എല്ലാവർക്കും വേണം. എന്നാലേ ജനായത്വമാവുള്ളൂ, ജനാധിപത്യം. ഇത് ഡെമോക്രസിയുടെ ഒരു അടിസ്ഥാന തത്വമാണ്. അപ്പോൾ അതുവരെ ഈ തത്വം നിലവിൽ വരുന്നവർ, പ്രാബല്യത്തിൽ വരുന്നവർ, നിയമപരമായിട്ട് പ്രാബല്യത്തിൽ വരുന്നവർ ഇവിടെ നിലനിന്നിരുന്നത് വാസ്തവത്തിൽ ഒരു സവർണ സംവരണം, 100% സവർണ സംവരണം. വിദ്യാഭ്യാസം അവർക്ക് മാത്രമേ പറ്റൂ, ഉന്നതമായുള്ള തൊഴിലുകളൊക്കെ അവർക്കേ പറ്റൂ. നമ്മുടെ എയ്ഡഡ് മേഖലയൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എല്ലാം. അപ്പം ആ ഒരു സംവരണത്തിന് ഇരുന്ന ഈ സവർണ സമരത്തിനെതിരായിട്ടുള്ളൊരു ചെറുത്തുനിൽപ്പ് ആയിട്ടാണ് നമ്മൾ ഈ ഭരണഘടന അനുശാസിക്കുന്ന സംവരണ അവകാശങ്ങൾക്ക് വേണ്ടി ഈ കീഴാള ജനത മുന്നോട്ട് വരുന്നു. ഇപ്പോൾ സ്ത്രീകളുടെ സംവരണം ഉൾപ്പെടെ ഇത്രയും കാര്യം. ശരിക്കും ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകമെമ്പാടും ഈ പുതിയ മൂലധനം, ആഗോള ഗ്രാമം വന്നു, ലിബറലൈസേഷൻ, അത് തന്നെ അതിൻ്റെ ലിബറൽ സ്വഭാവമൊക്കെ പോയി, അത് വീണ്ടും വളരെ ഫാസിസ്റ്റ് ഏകാധിപത്യ കർക്കശ സ്വഭാവങ്ങളിലേക്ക് വരുന്നു. അത് അതിർത്തികളെ എങ്ങനെ ബാധിക്കുന്നു, അതിന് കോവിഡ് പോലുള്ള രോഗങ്ങളെ എങ്ങനെ അവർ ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള വലിയ ചർച്ച ആയിട്ടുണ്ട്. അപ്പോൾ ഈ സംവരണ കാര്യത്തിൽ ഇപ്പോൾ
ഒരു ക്രീമി ലെയർ കൊണ്ടുവന്നു, സാമ്പത്തിക സംവരണം കൊണ്ടുവന്നു. ഈ സാമ്പത്തിക സംവരണത്തിൻ്റെ ആശയം കേരളത്തിൽ നിന്നാണ് പോകുന്നത്. കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് പോകുന്നു? EMS നമ്പൂതിരിപ്പാട് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൽ ബുദ്ധിജീവി എന്നാണ് അത് വരുന്നത്. അല്ലാതെ അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു എന്നുള്ളത് അതിന് അവിടെ ചേർത്ത് വായിക്കാവുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ആയിക്കൊള്ളുന്നത് യാതൊരു നിർബന്ധമില്ല. കാരണം കൃഷ്ണയ്യരെ പോലെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് പോകുന്നതാണ്. അത് ഏറ്റവും ജാഗ്രതയോടുകൂടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഏറ്റവും അർജന്റ് സ്വഭാവത്തോടുകൂടെ നടപ്പാക്കിയ ഒരു സ്റ്റേറ്റ് കൂടിയാണ് കേരളം. സാമ്പത്തിക സംവരണം ഒരു അന്വേഷണവും നടത്താൻ. അതിന്റെ മാനം 10% ഫുള്ളായിട്ട് നീക്കിക്കും. 10% വരെയാകാം എന്ന് പറഞ്ഞത് ഫുള്ള് ഇപ്പോഴേ 10% അങ്ങ് എടുത്തോ എന്നൊക്കെ പറയുന്നു. അതുപോലെ മുന്നാക്ക സമുദായങ്ങൾക്ക് ഒരു മന്ത്രി, ഒരു അങ്ങനത്തെ ഒരു പദവി, അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ. അപ്പം ഇത് ക്രീമി ലെയർ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ അടിത്തട്ട് ജാതികൾ, അതായത് ഷെഡ്യൂൾഡ് വിഭാഗങ്ങൾക്കുള്ളിൽ ക്രീമി ലെയർ പോലെ അതിൻ്റെ ഇന്റേണൽ ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ഇത് വീണ്ടും ഈ വിഭാഗങ്ങൾ ഇപ്പം തന്നെ അത് ചിതറിയാണ്. ദളിത് എന്ന് പറഞ്ഞാൽ തന്നെ ചിതറി. അതുപോലെ ഗോത്രവർഗങ്ങളൊക്കെ ചിതറി കിടക്കുന്നവരാണ്. അവർക്കങ്ങനെ ഏകീകൃത ആചാരങ്ങളോ സ്വഭാവങ്ങളോ ഒന്നുമില്ല. അവർ ചിതറിയതാണ്. അപ്പം ഇവരെ ഐക്യപ്പെടുത്താൻ എന്ത് വേണം എന്ന് ഈ കീഴാള സമൂഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഈ സമൂഹങ്ങൾ മുഴുവൻ മറ്റു സമൂഹങ്ങളൊക്കെ ഐക്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പിന്നാക്കക്കാർക്ക് ഐക്യമുണ്ട്. മീൻസ് ഔപചാരികമായിട്ട് അവർക്ക് ഇപ്പോൾ SNDP ഉണ്ട്, ഇവരുണ്ട്, വിശ്വകർമ്മ അതൊക്കെ ഉണ്ട്, അരയ സമൂഹം അവരൊക്കെ ഉണ്ട്. പക്ഷെ ദളിത് ചില ഇതൊക്കെ ഉണ്ടെങ്കിലും പൊതുവെ അവർ പിന്നെ രാഷ്ട്രീയക്കാർ അവരുടെ രീതിയിൽ, കക്ഷി രാഷ്ട്രീയക്കാർ ഇവരെ വിഘടിപ്പിക്കുന്നു പല രീതിയിൽ. അപ്പം ഈ പുതിയ ഇഷ്യൂ കൂടിയാകുമ്പോൾ ഇതിനെ മറികടക്കാൻ ഒരു വശത്ത് ബോധവൽക്കരണം വേണം, വേറെ വശത്ത് പ്രക്ഷോഭണം വേണം, പിന്നെ നിയമ പോരാട്ടം വേണം. ഈ നിയമ പോരാട്ടങ്ങളൊക്കെ എവിടെ ചെന്ന് എത്ര കാലം എടുക്കും? നമുക്കറിയാം, ഈ നിയമം കർക്കശമായ നിയമങ്ങൾ ഉണ്ടായിട്ടും അത് നടപ്പാക്കുന്നില്ല. ഇല്ല. അതായത് ജനസംഖ്യ അനുപാതിക ഈ സംവരണ വ്യവസ്ഥയൊക്കെ ഉണ്ടായിട്ടും അത് ഇത്രയും കാലം നീട്ടിവെക്കാൻ പറ്റും. അട്ടിമറിക്കും. കാരണം ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ ആ രീതിയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ നമ്മളാരും തിരഞ്ഞെടുക്കുന്നു. അപ്പം ഇതൊക്കെ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത. പിന്നെ ഈ ബ്രാഹ്മണിസ്റ്റ് പൊതുബോധം, അതായത് ഹിന്ദു പൊതുബോധം, ഹിന്ദുത്വ ബോധം, അത് ഈ കീഴാള വിഭാഗങ്ങളെ വല്ലാതെ ഒരു വലിയ ഐഡിയോളജിക്കൽ വലയിലാക്കി. തരല്ല ഇപ്പൊ സംവരണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെ സാമ്പത്തിക സംവരണം വേണമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. മാത്രമല്ല ഹിന്ദു എന്നറിയപ്പെടാനാണ് പിന്നാക്ക വിഭാഗങ്ങൾ ആഗ്രഹിക്കുന്നത്. താൻ പൊലയനാണെന്നോ ഈഴവനാണെന്നോ ചോനാണെന്നോ പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവരോട് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് റിലീജിയൻ എന്ന് ചോദിച്ചാൽ അവരോട് പറയും ഹിന്ദു. കാരണം സർട്ടിഫിക്കറ്റിലും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഹിന്ദു. ഞാൻ ഹിന്ദു ആണെന്ന് അറിയുന്നത് എൻ്റെ SLC ബുക്ക് ചെയ്യുന്ന. കാരണം എൻ്റെ അച്ഛനും അമ്മേനൊക്കെ ജാതിപ്പേര് ചേർത്താണ്. പിന്നെ വിദ്യാഭ്യാസം കിട്ടിയ ഞങ്ങളൊക്കെ അങ്ങനെ വിളിക്കാറില്ല. ഒന്നീ പേര് വിളിക്കും, അല്ലെങ്കിൽ മാഷെന്നോ എന്തെങ്കിലും ട്രഡീഷണൽ ഒരു ബഹുമാനത്തോ ചേർത്ത് വിളിക്കും. അപ്പം അങ്ങനെയാണ്. അപ്പം അതിലൊന്നും അന്നും ആർക്കും വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ജാതിപ്പേര് വിളിക്കുന്നത്. പക്ഷെ ഇന്ന് ഈ കീഴാള വിഭാഗങ്ങളുടെ ഐഡൻറ്റിറ്റി അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് യാനയ്ക്ക് അതിൻ്റെ ശക്തി അറിയില്ലെന്ന് പോലെ പറയുന്ന പോലെ ഈ പ്രത്യുൽപാദന ശക്തി എന്നുള്ള പ്രയോഗം തന്നെ നമ്മൾ മറന്നുപോയി. നമ്മൾ ഉൽപാദന ശക്തി എന്നാണ് മനസ്സിലായി. ഈ പ്രത്യുൽപാദന ശക്തികൾക്ക് ശക്തിയില്ലേ? സ്ത്രീകൾക്ക് ശക്തിയില്ലേ? സ്ത്രീകളെ ശാക്തീകരിക്കേണ്ടത് എങ്ങനെയാണ്? സ്ത്രീകളെ ശാക്തീകരിക്കേണ്ടത് പുരുഷന്മാരെ പോലെ ആക്കലാണ് ആണോ എന്നുള്ള ചോദ്യം വരും. അപ്പം അത് ഈ ദേശരാഷ്ട്രത്തിൻ്റെ ബലിഷ്ഠമായ ഭരണകൂട ചട്ടക്കൂടിനകത്ത് ഇതെത്ര കണ്ട് കീഴാള ജനതയ്ക്ക് സാധ്യമാകും. അപ്പം ഇതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങൾ ഇതൊക്കെ കിടക്കണം. അപ്പം ഇതൊരു വ്യാമോഹം പോലെ ഇങ്ങനെ ഇട്ട് തരാൻ. അധികാരം ഒരിക്കലും തുല്യ പ്രാതിനിധ്യം തരില്ല. അപ്പം അവര് ഓരോ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ കോടതി പോ, നിങ്ങൾ പ്രക്ഷോഭണം നടത്തും. പക്ഷെ അതൊരു മരീചിയായിട്ട് നിൽക്കുക. അതായിട്ട് മരീചിയായിട്ട്. അപ്പം ഇതൊക്കെ അല്ലാതെ സംവരണത്തിനെതിരായിട്ടല്ല പറയുന്നത്.
അത് എത്ര കണ്ട് നമ്മൾ അതിൻ്റെ പിറകെ മാത്രം പോയാൽ അതിനെ മാത്രം കേന്ദ്രീകരിക്കുന്ന അതിൽ വേണം ശ്രദ്ധ വേണം, പ്രക്ഷോഭങ്ങൾ വേണം, നിയമവ്യവഹാരങ്ങൾ പറ്റുമെങ്കിൽ അത് വേണം, ഇതൊക്കെ ബോധവൽക്കരണം വേണം, ഇതൊക്കെ വേണം. പക്ഷെ അത് മാത്രം ഒരു ലിബറൽ ഡെമോക്രസിയുടെ ഉള്ളിൽ എങ്ങനെ കയറി പറ്റാം എന്നോ അധികാരത്തിൽ എങ്ങനെ പങ്കാളിയാകാം എന്നുള്ളത് വിട്ടിട്ട് വേറെ ഒരു പ്രോജക്റ്റ്. അതായത് എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞത് ലിബറൽ ഡെമോക്രസിയുടെ അത് ഇന്ത്യയിലാണെങ്കിൽ സവർണ മേധാവിത്വത്തിൻ്റെ സവർണ മേധാവിത്വം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വ്യാമോഹം മാത്രമാണ്. വ്യാമോഹം മാത്രമെന്ന് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതിനൊരു റോൾ ഉണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും അത് അട്ടിമറിക്കപ്പെടും. കാരണം പൊതുബോധ നിർമ്മിതിയിലൂടെ അട്ടിമറിക്കപ്പെടാം. പിന്നെ ഈ രാഷ്ട്രീയ ശാക്തിക ചേരികൾ ഇപ്പോൾ സാറിൻ്റെ ഒരു വിമർശനം എനിക്ക് തോന്നുന്നത് ഈ ദളിത് അല്ലെങ്കിൽ കീഴാള രാഷ്ട്രീയം സംവരണത്തെ ചുറ്റിപ്പറ്റി മാത്രം കറങ്ങി തിരിയേണ്ടതല്ല. അല്ല അല്ല മാത്രമായ എന്ന് വെച്ചാൽ അവിടെയാണ് ഈ പൊക്കോടിൻ്റെ പ്രസക്തി വരുന്നത്. കാരണം ലോക ജനത, മാനവരാശി ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ ഈ കീഴാള ജനത എങ്ങനെ അഭിസംബോധന. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേറെ സംശയത്തില്ലേ നമുക്ക് പറയുന്നത്, ഇപ്പോൾ ആദിവാസി സമൂഹങ്ങൾ പൊതുവെ സ്വയംഭരണത്തെ കൂടുതൽ മുമ്പോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ആദിവാസി മേഖലകളിലുള്ള വനാവകാശ നിയമം അതുപയോഗിച്ചുകൊണ്ട് ചില കോർപ്പറേറ്റുകൾക്കെതിരെ പിന്നെ ഒറീസയിലൊക്കെ മറ്റും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങൾ. അപ്പോൾ അവർ സ്വയംഭരണത്തിൽ കൂടുതൽ ഊന്നുന്നുണ്ട്. അപ്പോൾ ഈ സ്വയംഭരണവും സംവരണവും കണ്ണുചേർക്കപ്പെടണം എന്നുള്ളതായിരിക്കും സാറിൻ്റെ ഒരു. തീർച്ചയായിട്ടും. അതായത് അയ്യങ്കാളിയുടെ അവകാശ പോരാട്ടങ്ങളും പൊക്കോടിൻ്റെ ഈ വിശാലമായിട്ടുള്ള കാൻവാസിലുള്ള മാനവരാശിയെയും ജൈവപ്രകൃതിയെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഈ ക്രിയേറ്റീവായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള പ്രത്യുൽപാദനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ണു ചേർക്കപ്പെടും. കീഴാള രാഷ്ട്രീയമാണ് മൊത്തം ഒരു വിമോചക ശക്തിയായിട്ട് മാറേണ്ടത് എന്നുള്ളതാണ്. തീർച്ചയായും. അപ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം ഈ സ്വയംഭരണത്തിൻ്റെ, ഇപ്പോൾ സംവരണത്തിൻ്റെ രാഷ്ട്രീയം നമുക്ക് എളുപ്പമാണ്. എളുപ്പം വെച്ചാൽ അതിൻ്റെ വഴികൾ ക്ലിയറാണ്. അതായത് പല നിയമമാർഗങ്ങളോ പ്രക്ഷോഭങ്ങളോ സെൻസസോ ഇങ്ങനെ പലതരത്തിൽ നമുക്ക് പോകുന്നുണ്ട്. ഉദ്യോഗ ലബ്ധിയോ അധികാര ലബ്ധിയോ ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. ഈ കീഴാള സ്വയംഭരണം അതിൻ്റെ മാർഗങ്ങൾ, അതിൻ്റെ പദ്ധതി, അതിൻ്റെ ഒരു പ്രായോഗിക രൂപങ്ങൾ വളരെ പ്രധാനം. അപ്പം ഗാന്ധിയിൽ ചില പ്രായോഗിക രൂപങ്ങൾ നമുക്ക് ഗ്രാമസ്വരാജിൽ കാണാൻ പറ്റും. പക്ഷേ അതിനെ എങ്ങനെ കീഴാളവൽക്കരിക്കും ഈ പ്രയോഗങ്ങൾ എന്നുള്ളത്? തീർച്ചയായിട്ടും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. വാസ്തവത്തിൽ ഇതിനൊരു റെഡിമെയ്ഡായിട്ടുള്ള ഉത്തരം എൻ്റെ കയ്യിലില്ല, ആദ്യമേ പറയട്ടെ. അതേസമയം നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. അതായത് ഈ അടിത്തട്ട് ജനത മുഴുവൻ അവർ പ്രക്ഷോഭണം ചെയ്യുന്നു. അവരുടെ പ്രക്ഷോഭണം എന്ന് പറഞ്ഞാൽ ജാഥ നയിക്കലോ വല്ല ആ രീതിയിലുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ വീടുകളിലെ സ്ത്രീകളുടെ ഈ പിറുപിറുക്കലുകൾ, അല്ലെങ്കിൽ പല രോഗാവസ്ഥകൾ, പലവിധ വിമേഷണങ്ങൾ അവർ പ്രകടിപ്പിക്കുന്ന, അടുക്കളയിലൊരു പാത്രം അശ്രദ്ധമായിട്ടെടുത്ത് താഴെ വീഴുമ്പോൾ ഒക്കെയുള്ള പ്രശ്നങ്ങൾ പോലെ എത്രയോ സൂക്ഷ്മതലത്തിൽ എത്രയോ തരത്തിലുള്ള പ്രതികരണങ്ങൾ ദൈനംദിന ജീവിതത്തിലുണ്ട്. അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങളുണ്ട്. വേറൊന്നുകൂടെ പറയാനോ, ഉദാഹരണമായിട്ട് ഈ പിന്നെ നവസാമൂഹിക പ്രസ്ഥാനങ്ങൾ ഈ കീഴാളത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അവിടെയൊക്കെയാണ് ഞാൻ വരുന്നത്. ഈ അത് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ആയാലും പൊക്കുടൻ തന്നെ ഒരു നവസാമൂഹിക പ്രസ്ഥാനത്തിന്റെ ഒറ്റയാൾ പോരാളി എന്ന് നമുക്ക് പറയാം. അദ്ദേഹം ഒറ്റയാൾ പോരാളി എന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം തീർച്ചയായിട്ടും കേരളത്തിലെ പല ഈ നവസാമൂഹിക പ്രസ്ഥാനങ്ങളുമായിട്ടും പ്രവർത്തനങ്ങളെ പങ്കുവച്ച മനുഷ്യനാണ്. ഇത് ഈ നവസാമൂഹിക പ്രസ്ഥാനങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ദിശാബോധം വേണം. ഇതാണ് ഞാൻ എൻ്റെ ഒരു പുസ്തകമുണ്ട്, അത് പ്രകൃതി ചികിത്സയെ പറ്റിയുള്ളതാണ്. പ്രകൃതി ചികിത്സ അല്ല, പ്രകൃതി ജീവനമാണ്. 2012 പുറത്തിറക്കിയ പ്രകൃതി ജീവനം എന്നർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അത് ചികിത്സയുടെ രാഷ്ട്രീയമാണ് സാർ പറയുന്നത്. അതെ, അവിടെ ചികിത്സയ്ക്ക് ഒരു പ്രാധാന്യമില്ല, അവിടെ ജീവിതശൈലിക്കാണ്. ഇപ്പൊ ഈ ജീവിതശൈലി ഒരു സമരരീതി, സ്വയംഭരണത്തിന്റെ ജീവിതശൈലി ഒരു സമരരീതിയാണ്. അത് സ്വയംഭരണത്തിന്റെ ഒരു അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെ ഭരണകൂടത്തിൽ നിന്ന് പിടിച്ചെടുക്കുക. അതായത് മാർക്കറ്റിനെ എത്ര കണ്ട് നമുക്ക് ആശ്രയിക്കാതിരിക്കാം. മാർക്കറ്റിനെ ആശ്രയിക്കുന്നു എങ്കിൽ തന്നെ കീഴാള ജനതയ്ക്ക് അനുകൂലമായിട്ട് ഇതിപ്പോൾ പറഞ്ഞപ്പോൾ പെട്ടെന്ന് കാര്യം ഓർമ്മ വരികയാണ്.
സാറ് സഹോദരൻ അയ്യപ്പൻ്റെ കൂടെ 10 ദിവസം സഞ്ചരിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അയ്യപ്പൻ്റെ ഈ പിന്നെ ചില, അതായത് അദ്ദേഹത്തിൻ്റെ ചില പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് സാറ് പറയുന്നുണ്ട്. അതായത് നിർജാതിത്വം, നിർമമത്വം, നിർമതത്വം, നിരീശ്വരത്വം. പിന്നെ ഒന്നുകൂടെ വളരെ പ്രധാനപ്പെട്ടിട്ട് തോന്നി. അതായത് അത് വേണ്ട പോലെ ഈ നമ്മളുടെ സമൂഹം കീഴാള രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട നിർധനികത്വം എന്നൊരു പ്രയോഗമുണ്ട്. അത് ഒരിക്കലും അയ്യപ്പനെ പറ്റിയുള്ള ഇപ്പോൾ പുതുതായിട്ട് നല്ല വായന അയ്യപ്പനെ പറ്റി വരുന്നുണ്ട്. പക്ഷേ അയ്യപ്പനെ പറ്റി വരുമ്പോഴും ഈ നിരീശ്വരത്വം വളരെ പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, നിർജാതിത്വം വരുന്നുണ്ട്, നിർമതത്വം വരുന്നുണ്ട്, പൊതുവെ പുതുയുക്തിവാദികൾ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ ഈ നിർധനികത്വം എന്ന ഒരു വിഷയം അത് വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ പൊക്കുടൻ്റെ ഈ രാഷ്ട്രീയം, ഗാന്ധിയൻ രാഷ്ട്രീയം, അംബേദ്കറിൻ്റെ ബൗദ്ധ രാഷ്ട്രീയം, ഇതിലൊക്കെ ഈ നിർധനികത്വം വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. അതുകൂടെ അതായത് അംബേദ്കർ സഹോദരനയ്യപ്പനും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. സഹോദരനയ്യപ്പൻ ഏറ്റവും അധികം റെസ്പെക്ട് ചെയ്തിട്ടുള്ള ആളാണ് അംബേദ്കർ. അംബേദ്കർ അധികാരസ്ഥാനം വഹിച്ചിട്ടുള്ള ഒരാളാണ്, മന്ത്രിയായി. അയ്യപ്പനും മന്ത്രിയായിരുന്നു കൊച്ചി. അപ്പം ഞാൻ BA പഠിക്കുമ്പോഴാണ് അയ്യപ്പൻ മാഷ കൂടെ 10 ദിവസം ഒരു ക്രിസ്മസ് അവധിക്കാലം മുഴുവൻ കന്യാകുമാരി വരെ സഞ്ചരിക്കാൻ അവസരം കിട്ടി. അപ്പം എൻ്റെ ചേച്ചി, ഞങ്ങളുടെ കുടുംബ സുഹൃത്ത് ഒരു കമലാവതി, പിന്നെ സ്വതന്ത്ര ഫാർമസിയുടെ ഉടമ ഗംഗാധരമായി, അദ്ദേഹത്തിൻ്റെ കാറിൽ അദ്ദേഹം തന്നെ ഡ്രൈവ് ചെയ്തു. പിന്നെ പാർവതി അയ്യപ്പനും അയ്യപ്പൻ മാഷ്. അപ്പോൾ ഈ കാലത്ത് ഭയങ്കര രസകരമായിട്ട് ധാരാളം സംഭവങ്ങൾ ഉണ്ടാകുന്നു. അതൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഒരു സംഭവം എനിക്ക് വളരെ അന്നൊന്നും അയ്യപ്പൻ മാഷ ഒരു മഹത്വം എനിക്കറിയില്ല, ഒരു മഹത്വം അറിയില്ല. അദ്ദേഹം അപ്പം ഞാൻ ഇത് ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ അധികാരത്തെ എങ്ങനെ കൈകാര്യം ചെയ്തെന്നുള്ളത്. അംബേദ്കറും അയ്യപ്പൻ മാഷും ഒക്കെ അധികാരത്തോട് അവരുടെ സമീപനം അത് ആദ്യം നമുക്ക് വളരെയധികം പഠിക്കാൻ മാതൃകാപരമാണ്. ഈ 70 ഫീറ്റ് റോഡ് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെ പോകും, കുറേ സ്ഥലം വീട് ഓരോ വശം പോകും. അപ്പം അത് വേണോ അല്പം മാറ്റിയെടുക്കാന്ന് പറഞ്ഞപ്പോൾ അതെന്തിനാ റോഡ് സ്ട്രെയിറ്റ് ആയിട്ടോ എന്നൊക്കെ പറയാനുള്ള ആ ആർജവം, അതൊക്കെ അവരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. നിർധനികത്വം എന്നുള്ളത് ധനത്തെ ഉദ്ദേശിച്ച് അല്ല, നിർധനികത്വം എന്നുള്ളത് അതായത് ആധുനിക ക്യാപിറ്റലിനെയാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. മനസ്സിലായി? ക്യാപിറ്റല്, മൂലധനം, അതാണ് ഇന്ന് ലോകം ഭരിക്കുന്നത്. അത് ലക്ഷ്യമാകരുതെന്നായിരിക്കും അല്ലേ? അതാണ് ലോകം ഭരിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ പ്രവേശിക എന്ന് പറഞ്ഞ എൻ്റെ ഇൻട്രൊഡക്ഷനിൽ പുസ്തകത്തിൻ്റെ ഞാൻ ഈ മാധ്യമങ്ങളെ പറ്റി പറയുന്നു. ഇന്നത്തെ ഏറ്റവും വലിയ മാധ്യമം ഏതാണെന്ന് വെച്ചാൽ ഐഡിയലായിട്ടുള്ള ഏറ്റവും വലിയ മാധ്യമം കറൻസിയാണ്, പൈസയാണ്, പണമാണ്. അതായത് അതിൻ്റെ ഡെഫിനിഷൻ തന്നെ അതാണ്. അതായത് വിനിമയ മൂല്യം തന്നെയാണ് അതിൻ്റെ ഉപയോഗം. വേറൊരു ഉപയോഗമില്ല. മനസ്സിലായി? അതൊരു സങ്കല്പനമാണ്. അങ്ങനെയുള്ളൊരു സാധനമാണ് ഇന്ന് ഭരിക്കുന്നത്. അതെ. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സൂപ്പർ മാധ്യമമാണത്, മീഡിയയാണ്. പത്രങ്ങളോ ചാനലുകളോ ഒക്കെ അതിൻ്റെ കീഴിലേ വരും. മനസ്സിലായി? അപ്പോൾ നമ്മൾക്ക് മാധ്യമങ്ങളുടെ സ്വാധീനം അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം എന്നൊക്കെ നമ്മൾ തല ഉണ്ടാക്കി ചർച്ച ചെയ്യും. പക്ഷെ ആരും ഈ റൂട്ടിലേക്ക് ഇറങ്ങി ചോദ്യം ചോദിക്കില്ല. ഈ ക്യാപിറ്റലിൻ്റെ സ്വാധീനത്തെ പറ്റിയോ ആ രീതിയിലും ചോദിക്കും. അപ്പോൾ അദ്ദേഹം റഷ്യൻ വിപ്ലവത്തിൽ വളരെ ആകർഷണരായ ആളാണ്. പക്ഷെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റായില്ല. മനസ്സിലായി? റഷ്യൻ വിപ്ലവത്തെ പറ്റിയൊക്കെ ധാരാളം ആദ്യം തന്നെ മലയാളികളെ അറിയിച്ച ഒരാൾ കൂടിയാണ്. അംബേദ്കറും നന്നായിട്ട് കമ്മ്യൂണിസം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ ആ തരത്തിൽ അല്ലല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു പാത അദ്ദേഹം വിട്ടു തുറന്നത്. നമ്മളിപ്പോൾ ഈ ലിബറൽ ഡെമോക്രസിക്കകത്ത് ഈ സംവരണാനുകൂല്യങ്ങളിലൂടെ തന്നെയെങ്കിലും അധികാരത്തിൽ പങ്കാളികളാകാൻ ആണ് ശ്രമിക്കുന്നത്. ഈ അധികാരത്തിലെ പങ്കാളിത്തം, അധികാരത്തിൻ്റെ അപനിർമ്മാണം ആണ് അവിടെ പ്രധാനം. അതില്ലാതെ ഇന്നത്തെ അധികാരത്തിൽ പങ്കാളിയാകാന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ, അവിഹിതമായ കൂട്ടുകെട്ടുകളൊക്കെ വരുന്നത് അങ്ങനെയാണ്. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണ്ടേ, ഭരണത്തിൽ കയറണ്ടേ, അതിനാരും ഏത് ചെലുത്താനുമായിട്ട് കൂട്ടുകൂടാം.
അങ്ങനെയാണ് അധികാരം മൗലികമാകുകയാണ്. അധികാരത്തിൽ പിടിച്ചു പോയി കിടക്കാൻ വേണ്ടി ഈ ആയാറാം ഗയാറാം എന്ന് വെച്ചാൽ യാതൊരു ധാർമ്മികതയും അവിടെ ഇല്ല. അത് രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞിട്ട് ധാർമ്മികത രാഷ്ട്രീയവും രാഷ്ട്രീയത്തിന്റെ ധാർമ്മികതയും. അപ്പോൾ നമുക്ക് ഇന്നുള്ളത് രാഷ്ട്രീയത്തിന്റെ ധാർമ്മികത. ഞാൻ ടീക്കയെ വിമർശിക്കുമ്പോൾ ആ കാര്യം പറയുന്നത് അല്ലാതെ ധാർമ്മികതയുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ സൗഹൃദത്തിന്റെ ഒരു രാഷ്ട്രീയം ജൈവ പ്രകൃതിയുടെ ഉർവരതയുടെ ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ഡോക്ടർ ജയശ്രീയുടെ ചില രചനകൾക്ക് സാറിൻ്റെ ചില ചോദ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ അവർ കൈകാര്യം ചെയ്ത ചില മേഖലകളുണ്ടല്ലോ സ്ത്രീവാദത്വമായിട്ട് ബന്ധപ്പെട്ട്. ഒന്നാമത്തത് ഈ സ്ത്രീകളുടെ വിമോചനത്തിൻ്റെ ഭാഗമായിട്ട് ഈ പ്രസവിക്കുക എന്നുള്ളതാണല്ലോ ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. അപ്പോൾ കുട്ടികളെ ഫാക്ടറികളിൽ ഉണ്ടാക്കാം എന്നൊരാശയം അവർ പറയുന്നതായിട്ട് സാർ പറയുന്നുണ്ട്. മാത്രമല്ല സാർ അതിനെ യഥാർത്ഥത്തിൽ ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഫാക്ടറികളിൽ പണിയെടുക്കണമെങ്കിൽ ഈ റോബോട്ടുകളോ അങ്ങനെയുള്ള ഒരു ആവശ്യങ്ങളുള്ള ആ തരത്തിലുള്ള സൗകര്യങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മൂലധനത്തിന് അല്ലെങ്കിൽ വ്യവസായ ശക്തികൾക്ക് കുട്ടികളെ ഈ തരത്തിൽ ഫാക്ടറികൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി റിസർച്ച് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് സാർ പറയുന്നുണ്ട്. അതാണ് സംഭവിച്ചത്. അപ്പോൾ അതൊന്നും നമുക്ക് കാരണം ഈ ജയശ്രീയും അതുപോലെ തന്നെ സാറ് ഇപ്പോൾ നമ്മളുടെ ദേവികയോടുള്ള സംസാരത്തിലൊക്കെ സാറ് സവർണ ഫെമിനിസം എന്നൊരു പദപ്രയോഗം നടത്തുന്നുണ്ട്. സവർണ ഫെമിനിസം ദേവിയോട് ഞാൻ അങ്ങനെ പറഞ്ഞു അല്ലെ പൊതുവെ പറയുന്നുള്ളൂ. ദേവിയോടാണോ ഞാൻ നോക്കാം. പൊതുവെ ഈ സവർണ ഫെമിനിസം എന്ന് പറയുന്നുണ്ട്. ഈ സവർണ ഫെമിനിസം ജയശ്രീയോടുള്ള കാര്യങ്ങളിൽ ഇപ്പൊ ലൈംഗിക ഇപ്പോൾ നളിനി ജമീലയെ പറ്റി പറയുമ്പോൾ നളിനി ജമീലയുടെ അഭിമുഖം ഉണ്ടല്ലോ, ഒരുപാടുള്ള അഭിമുഖം. ആ അഭിമുഖത്തിൽ നളിനി ജമീലായിട്ട് പറയുമ്പോൾ സാറ് പറയുന്നുണ്ട് ഈ ലൈംഗിക തൊഴിൽ എന്ന് പറയുന്നതിൽ പ്രണയത്തിൻ്റെ ശോഷണം ഉണ്ടെന്നും പ്രണയരഹിതമായ ഒരവസ്ഥയിലാണ് ലൈംഗിക തൊഴിലിലേക്ക് പോകേണ്ടി വരുന്നതെന്നും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പൊതുവെ ഈ ലൈംഗിക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന ഒരു പ്രയത്നത്തിൽ അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് വന്ന ആളുകൾ ഇതിനെ ആദർശവൽക്കരിച്ചിട്ടുണ്ടെന്ന് സാറ് പറയുന്നുണ്ട്. അത് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കാരണം ലൈംഗിക തൊഴിലാളികൾക്ക് ഒരു തൊഴിലാളികളെന്ന അർത്ഥത്തിൽ ഒരു മൂല്യമുണ്ടെന്നും അപമാനം പാടില്ലാത്തതാണെന്നും ഒക്കെ തിരിച്ചറിയപ്പെടുന്നൊരവസ്ഥയിൽ ഈ ലൈംഗിക തൊഴിലിൻ്റെ ആദർശവൽക്കരണം അപകടകരമാണെന്നാണ് സാറ് പറയുന്നത്. അപ്പോൾ ജയശ്രീയൊക്കെ ആ മേഖലയിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അതും ഇതുമായിട്ട് കൂട്ടിവെച്ചുകൊണ്ട് നമുക്ക് കുട്ടികളെ ഈ ഫാക്ടറിയിൽ ഉണ്ടാക്കാം എന്നുള്ള അവരുടെ അഭിപ്രായവും. പക്ഷെ സ്ത്രീ വിമോചനത്തെപ്പറ്റി സാറ് പറയുമ്പോൾ സാർ ഉന്നയിക്കുന്നത് പ്രധാനപ്പെട്ട വിഷയം ഈ സവർണ ഫെമിനിസത്തിന് പുരുഷ മേധാവിത്വത്തെ അഭിസംബോധന ചെയ്യാൻ പറ്റും, പക്ഷേ ആൺ കോയ്മയെ തിരിച്ചറിയാനോ അതിനെ നേരിടാനോ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നു. നമ്മൾ ഈ സ്ത്രീ എന്ന മലയാളം എന്ന് വെച്ചാൽ അതിൻ്റെ റൂട്ട് സംസ്കൃതമായിരിക്കും. പക്ഷെ മലയാളത്തിൽ നമ്മൾ സ്ത്രീ എന്ന് ഉപയോഗിക്കുമ്പോൾ അത് മുഴുവൻ സ്ത്രീകളെ പ്രതിനിധാനം ചെയ്യുന്നുണ്ടോ ഇല്ല എന്ന് വ്യക്തമാണ്. കാരണം സ്ത്രീ ആയിട്ട് ആരും ജനിക്കുന്നില്ല, പെൺകുട്ടിയായിട്ടാണ് പെൺകുഞ്ഞായിട്ട് ജനിക്കും, പിന്നെ ബാലിക, അത് കഴിഞ്ഞ് പ്രായപൂർത്തിയാകുമ്പോഴാണ് അവൾ സ്ത്രീയാകും. അതുപോലെ തന്നെ ആൺകുട്ടി പുരുഷനായിട്ട് ആരും ജനിക്കുന്നില്ല. അപ്പോൾ ഈ കാര്യമാണ് ഞാൻ ദൈവികമായിട്ടുള്ള മാർസിന്റെ പെണ്ണ് എന്ന പദത്തെ പറ്റിയാണ് സാറ് പറയുന്നത്. അപ്പം സ്ത്രീവാദം എന്ന് ഫെമിനിസ്റ്റിനെ ട്രാൻസിറ്റ് ചെയ്ത് പ്രയോഗിക്കുന്ന ഒരു രീതി പൊതുവെ ഉണ്ട്. പക്ഷെ അത് ശരിയല്ലെന്ന് ഞാൻ എൻ്റെ തുടക്കം മുതൽ തന്നെ ഞാൻ എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. അപ്പം അതിൻ്റെ കാരണം അതാണ്. സ്ത്രീ എന്ന് പറയുന്നത് അത് ഒരു മാനക ശബ്ദമായിട്ട് വന്നതാണ്. അത് പെൺരൂപങ്ങളുടെ ഒരു രൂപം മാത്രമാണ്. നമുക്ക് വരേണ്യ വിഭാഗത്തിലെ സ്ത്രീകൾ, ഉദ്യോഗസ്ഥരായിട്ടുള്ള സ്ത്രീകളെ നമ്മൾ സ്ത്രീകൾ എന്നല്ല പറയാം, വനിതാ പോലീസ്, വനിതാ ഡോക്ടർ, പണ്ട് ലേഡി ഡോക്ടറെ ലേഡീസ് ക്ലബുകളുടെ കാലമാണ്. ഇന്നത് വനിതയായിട്ട് മാറി. പിന്നെ വനിതാ മാസിക, പിന്നെ മഹിളാ സമാജങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിതൊക്കെ
കണ്ടിട്ടുള്ള ഒരാളാണ്, എനിക്ക് നിരീക്ഷിച്ചുള്ള ഒരാളാണ്. അപ്പോൾ അത് ലേഡീസ് ക്ലബ്ബ്, പിന്നീട് മഹിളാ മഹിളാ സമാജമാണ്, സമാജം. മനസ്സിലായി, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഈ അതിലൊന്നു മാത്രമാണ് സ്ത്രീ. അതൊരു പദവിയാണ്, ഒരു സാമൂഹ്യ പദവിയാണ്, മനസ്സിലായി. അപ്പോൾ അതിൽ ഈ കാസ്റ്റുമായിട്ടൊക്കെ അതിന് ബന്ധമുണ്ട്. അപ്പോൾ ഈ കാസ്റ്റ് സിസ്റ്റത്തിൽ സവർണ സ്ത്രീകൾ അവർക്ക് വേറെ ജാതി പേരുകളുണ്ട്. അത് സവർണ അവരുടെ കുലത്തൊഴിലുകൾ സ്ത്രീകൾക്ക് ബാധകമല്ല. അതാ അവരുടെ ഈ ചെത്തുകാർ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ തന്നെയാണ്, മനസ്സിലായി. ബാക്കി ഉള്ളവരൊക്കെ കാർഷിക ജോലികളിലൊക്കെ ഒരുമിച്ച് വരും, ഇത് ചെയ്യും, എല്ലാവരും പങ്കെടുക്കും ഓട്ടോമാറ്റിക്. അപ്പോൾ ഈ സവർണ സ്ത്രീകൾക്ക് ഇപ്പം നമ്പൂരി സ്ത്രീകളെ അവരെ അന്തർജനങ്ങൾ എന്നാണ് വിളിച്ചത്. വാരസ്യാർ. അതുപോലെ നായർ സ്ത്രീകളെ ശൂദ്ര, നായന്മാർ തന്നെ ശൂദ്ര എന്നുള്ള വാക്ക് അതിനൊക്കെ ഉണ്ട്. അതുപോലെ മേണ്ടൽ എന്നൊക്കെയുള്ള നമ്പിടി മേണ്ടലാണ്, ഒരു ബന്ധമല്ല, ഒന്നോ രണ്ടോ വാക്ക് ഉണ്ട്. നേരെ മറിച്ച് ഈ കീഴ്ത്തട്ട് സമൂഹങ്ങൾ, അവർണ വിഭാഗം, അത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ത്രീ വാക്കുകളില്ല. പകരം ഈ പുരുഷ ജാതി പേരിൻ്റെ കൂടെ ഈ ഗാരം ചേർത്തോ, ഇപ്പം ചോൻ, ചോത്തി, മനസ്സിലായി, അല്ലെങ്കിൽ സ്ത്രീലിംഗമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കും, പുലയി, പറയി, അങ്ങനെ അങ്ങനെ ആ രീതി അങ്ങനെ ഉപയോഗിച്ചു. അപ്പം അവരുടെ സ്ത്രീലിംഗ രൂപം കാണിക്കാൻ ഇപ്പോൾ വിമോചന സമരകാലത്തെ മുദ്രാവാക്യം ഗൗരിച്ചോത്തിയും പെണ്ണല്ലേ, ഗൗരിച്ചോത്തിയും സ്ത്രീയല്ലെന്ന് വരില്ല. അത് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച്, കാരണം സ്ത്രീയുടെ പദവി കൊടുക്കാണ്, ഒരു പ്രത്യേക സ്ഥാനമാണത്. ഗൗരിച്ചോത്തിയും സ്ത്രീയല്ലെന്ന് ആരും പറയില്ല, വനിതയല്ലെന്ന് പറയില്ല, വനിതയല്ല സ്ത്രീയല്ല, പെണ്ണല്ലേന്ന് പറയും. ഇപ്പം ഈ പെണ്ണിനൊരു അവമതി പൊതുവെ. പിന്നെ പെണ്ണിന് അവമതി ഉണ്ടെന്ന് മാത്രമല്ല, നമ്മുടെ സിനിമയിൽ നസീറൊക്കെ വിളിച്ച് പറയുന്നു, പൊട്ടിപ്പെണ്ണെ, മണ്ടിപ്പെണ്ണെ എന്നൊക്കെ വളരെ പിന്നീട് ഇതായിട്ടുള്ള. അപ്പോൾ അവിടെയൊക്കെ പൊട്ടിയും വണ്ടിയൊക്കെയാണ് പെണ്ണ് എന്നുള്ള രീതിയുണ്ട്. പിന്നെ പെണ്ണിനെ വസ്തുവൽക്കരിക്കും നമ്മൾ, പെണ്ണെന്നുള്ള വാക്ക്. നമ്മൾ ഒരു ഉറുമ്പിനെ പോലും അതിനെ വിഭക്തി ചേർത്താ പറയാം. ഒരു ഉറുമ്പിനെ കണ്ടു എന്നാ പറയാം, നമ്മൾ ഉറുമ്പ് കണ്ടു എന്ന് പറയും, ഇല്ല ഉറുമ്പിനെ കണ്ടു അല്ലേ എന്നാ പറയാം. നേരെ മറിച്ച് നമ്മൾ കല്ല് കണ്ടു എന്ന്, കാരണം കല്ലിന് ജീവനില്ല, ഒരു വസ്തുവാണ്. അതുപോലെ നമ്മൾ പെണ്ണ് കണ്ടു എന്ന് പറഞ്ഞാൽ പെണ്ണിനെ കണ്ടു എന്നല്ല പറയുന്നു, പെണ്ണ് കെട്ടി, പെണ്ണ് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ പെണ്ണൊരു നിർജീവ വസ്തു, അതിനെ പോയി ഞങ്ങൾ കണ്ടു, വീട് കാണാൻ പോയി, വീടിനെ കാണാൻ പോയി എന്നാരെങ്കിലും പറയും, ഇല്ല. അതുപോലെ ഞങ്ങൾ പെണ്ണ് കാണാൻ പോയി എന്നാ പറയും. അപ്പം അങ്ങനെ വസ്തുവൽക്കരിക്കും പെണ്ണിന്. നേരെ മറിച്ച് അപ്പം ഈ പെണ്ണെന്നുള്ള വാക്കിന് അതിന് എനിക്ക് അറിയാവുന്നിടത്തോളം, എനിക്ക് വലിയ വായിച്ചറിവൊക്കെ വളരെ കുറവാണ്. ഞാൻ വായിക്കുന്നത് എൻ്റെ മുമ്പിലുള്ള എനിക്ക് ലഭ്യമായ ചില പീരിയോഡിക്കൽസാണ്. ഇപ്പോൾ സവർണ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ, ഇപ്പം കേരളത്തിന് പ്രത്യേക ഒരു അന്തരീക്ഷമുണ്ട് ചരിത്രപരമായി. നമുക്കറിയാം കേരളവും ബംഗാളും, ഇപ്പം നവോത്ഥാനത്തിൻ്റെ 2 ധാരകൾ ആദ്യം ഉണ്ടായ 2 സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെ കേരളത്തിലെ ബ്രാഹ്മണർ, നമ്പൂതിരിമാർ, അവർ തൊട്ടടുത്ത തമിഴ് ബ്രാഹ്മണിൽ നിന്ന് വളരെ വ്യത്യസ്തരാണ്, മനസ്സിലായി. അതേസമയം കേരളത്തിലെ ഈ ക്ഷത്രിയ വിഭാഗങ്ങൾ അങ്ങനെയില്ല, നായർ തന്നെയാണ് ക്ഷത്രിയ വിഭാഗങ്ങളുടെ വൈശ്വര്യമില്ല. ക്രിസ്ത്യാനികളും മുസ്ലിംസും വൈശ്വര്യ തൊഴിലുകൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ കേരളത്തിലുണ്ട്. അപ്പോൾ ഈ നായർ വിഭാഗത്തെ വാസ്തവത്തിൽ നമ്പൂതിരിമാർ അവരുമായിട്ട് കൂട്ടിച്ചേർന്ന് ഒരു ദാമ്പത്യം സങ്കല്പിച്ച് ഒരു ബാന്ധവം, ആ രീതി നമ്പൂരി ബാന്ധവം അത് സ്ഥാപിച്ചിട്ടാണ് അവരുടെ ഭൂസ്വത്ത് വിഭജിക്കപ്പെടാതെ നിലനിർത്തിയത്. മൂത്ത ആൾ മാത്രമേ വിവാഹം കഴിക്കൂ, അവരുടെ ആചാരപ്രകാരം. മറ്റ് അഫന്മാരൊക്കെ, ഇളയവരൊക്കെ അവർ നായർ സ്ത്രീകളുമായിട്ട് സംബന്ധം. ഇപ്പം ഈ സംബന്ധത്തിൽ പിറക്കുന്ന കുട്ടികൾ, ഭാര്യ എന്ന് ഇന്നത്തെ അർത്ഥത്തിലല്ല, അന്നത്തെ അർത്ഥത്തിൽ ആ സ്ത്രീയുടെ വലിയ തറവാടായിരിക്കും അവിടെ.
അവിടെ അമ്മാവനാണ് കാരണവൻ. ഈ സ്ത്രീകൾക്ക് അന്നത്തെ നിലയ്ക്ക് വളരെ ലൈംഗിക സ്വാതന്ത്ര്യം കൂടുതലാണ്. മനസ്സിലായി? അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അമ്മാവനും എൻ്റെ അനുമതി ഉണ്ടെങ്കിൽ അവർക്ക് ആരെയും ക്ഷണിക്കാം കിടപ്പറയിലേക്ക്. അതെന്നാണ് എൻ്റെ പരിമിതമായിട്ടുള്ള അറിവ്. ആ രീതി. അപ്പം അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഈ അണുകുടുംബം വന്നതോടുകൂടി, നമ്മുടെ നവോത്ഥാനം വന്നപ്പോൾ, അണുകുടുംബം വന്നപ്പോൾ അതിലൊരു പാട്രിയാർക്ക് വരുന്നുണ്ട്, പൊതുവെ വരുന്നുണ്ട്. ഈ ഫ്യൂഡൽ വ്യവസ്ഥയിലുള്ള ഈ സ്ത്രീയുടെ ഈ ഒരു നായർ സ്ത്രീയുടെ പദവിക്കൊരു ഒലച്ചിൽ തന്നെ അവൾക്ക് ഉണ്ടാകുന്ന ലൈംഗിക സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. അവൾക്ക് ഇപ്പോൾ വേറൊരു വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി താമസിക്കണം. അവൾക്കൊരു ഭർത്താവിന് സ്ഥിരം പേരണം. മറ്റേ ഒരു ഭർത്താവല്ല. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ തട്ടിക്കളയാം. അതിനാരും ചോദിക്കുന്നതിൻ്റെ ആവശ്യമില്ല. അമ്മാവൻ്റെ സമ്മതം നാളെ തുടങ്ങി താങ്കൾ വരേണ്ടതോ അത്രേ ഉള്ളൂ. അപ്പം ഇപ്പം അതല്ല. ഇപ്പോൾ വലിയ ഉത്തരവാദിത്തമായി. പിന്നെ ഈ കുട്ടികളിലുള്ള അവകാശം പണ്ട് അവർക്ക് മാത്രമായിരുന്നു, അമ്മമാർക്ക് മാത്രമായിരുന്നു. അച്ഛൻ എന്നൊരു സങ്കല്പം ഇല്ല. അപ്പോൾ ഇന്നിപ്പോൾ കുട്ടികൾക്ക് അവകാശം പറയാൻ വേറൊരാൾ ഒപ്പമുണ്ട് എന്ന്. അപ്പോൾ ഇങ്ങനെ പല സ്വാതന്ത്ര്യങ്ങൾ അവർക്ക് വരുന്നുണ്ട്. പക്ഷെ അവർ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യം മറക്കുടയ്ക്കുള്ളിലെ മഹാനരകത്തിൻ്റെ പുറത്താണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്തർജനങ്ങളുടെ അസ്വാതന്ത്ര്യമാണ് ഇവരെ സ്വാതന്ത്ര്യം ബാലൻസ് ചെയ്യപ്പെടുന്നത്. അപ്പം അത് ആ രീതിയിൽ തന്നെ ചേർത്ത് വെച്ച് കാണും. ഈ അന്തർജനങ്ങൾക്ക് അവിടെ ബഹുഭാര്യത്വം വരുന്നു, അവിടെ ബാലവിവാഹം വരുന്നു, ഈ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ചിലപ്പോൾ ഹസ്ബൻഡ് മരിച്ചു, പ്രശ്നം വരുന്നു, അവർക്ക് വിവാഹം കഴിക്കാനും പറ്റില്ല. അപ്പം അവരിങ്ങനെ നരയിക്കുന്നതിൻ്റെ പുറയിൽ ഇവിടുത്തെ സ്വാതന്ത്ര്യമുണ്ട്. തറവാട്ടിലെ ഈ ഘടനയും അതിൻ്റെ ഇതുകളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ ചേർത്ത് വെച്ച് വായിച്ചാലാണ് ആ പിക്ചർ ശരിക്കും. അപ്പോൾ ഈ സ്ത്രീ പുരുഷ സമത്വം എന്നാണല്ലോ പൊതുവെ നമ്മൾ ഈ ഫെമിനിസ്റ്റ് വെക്കാൻ. അപ്പം അതിൽ പുരുഷനുമായിട്ട് സമത്വം സ്ഥാപിക്കാം എന്നുള്ളതാണ്. അപ്പം ഈ പുരുഷനുമായിട്ട് സമത്വം സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? പുരുഷനുമായിട്ട് ലിബറൽ ജനാധിപത്യത്തിൻ്റെ ചട്ടക്കൂടുകൾക്കകത്തുകൂടെ വലിയ വലിയ നിയമങ്ങളുണ്ടാക്കി, സ്ത്രീ അനുകൂല നിയമങ്ങൾ, സ്ത്രീ ശാക്തീകരണം, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പുരുഷനുമായിട്ട് സമത്വം സ്ഥാപിക്കാമെന്ന് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗാർഹിക പീഡനത്തിന് നിങ്ങൾക്ക് വീട്ടിൽ ഗാർഹിക പീഡനമുണ്ടോ? സ്ത്രീകൾക്ക് സംരക്ഷണ നിയമമുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ നിയമങ്ങളിലൂടെ നിയമം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാം. ഹലോ, മനസ്സിലായി, എൻ്റെ ഭർത്താവിന് തന്നെ തല്ലി അല്ലെങ്കിൽ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ എന്നെ അപമാനിച്ചു എന്തെങ്കിലും പറഞ്ഞപ്പോൾ പോലീസ് വന്ന് കേസെടുക്കുന്ന ഒരവസ്ഥയിൽ അങ്ങനെയൊക്കെ ഉണ്ടായാൽ എന്തുണ്ടാവും നമുക്കറിയാം. അതോടുകൂടെ ആ ഫാമിലി ആ ബന്ധം പോയി. അത്രേ ഉള്ളൂ. വേറെ ഒന്നായിട്ട് സംഭവിക്കാൻ വന്നു. അപ്പം ഇങ്ങനെ ഈ നിയമങ്ങൾ നടപ്പാക്കുന്നതിലൂടെ, കർക്കശമായ നിയമങ്ങൾ അത് വേണമെന്നൊക്കെയാണ് ഇപ്പോൾ പുതുതായിട്ട് പറയുന്നത്. ബലാത്സംഖ്യകളെ മുഴുവൻ കൊന്നുകളയണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ള ആക്രോശങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നു. അത് വാസ്തവത്തിൽ ഈ ജനാധിപത്യത്തിൽ ഉള്ളടങ്ങിയിട്ടുള്ള ഈ ആധിപത്യവാസനകൾ. ഞാൻ ഈ പുസ്തകത്തിൽ ഊന്നി പറയുന്ന ഒരു കാര്യം, ഈ ജനാധിപത്യത്തിൻ്റെ 2-3 അടിസ്ഥാന തത്വങ്ങളുണ്ട്. ഒന്ന് ദേശരാഷ്ട്ര സംഘം, അതിനകത്ത് പൗരത്വം. ഈ പൗരത്വത്തിനുള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. അത് പക്ഷെ നമ്മളാരും ചർച്ച ചെയ്യാറില്ല. കാരണം അത് ചർച്ച ചെയ്താൽ നമ്മളിപ്പോൾ പൗരത്വ അവകാശങ്ങൾക്ക് വേണ്ടി, അതായത് ഞങ്ങൾക്കും തുല്യ പൗരത്വം ഇത് കിട്ടണം എന്നുള്ളത്, ഈ പൗരത്വത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അത് നമ്മൾ അനലൈസ് ചെയ്യാൻ തയ്യാറില്ല. അതിൻ്റെ ഒരു അനാലിസിസ് എൻ്റെ പല കുറിപ്പുകളിലും ഉണ്ട്. ഒക്കെ അവസാനിപ്പിച്ചാലേ ഒരു 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 കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം, നമുക്ക് സിനിമയായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ സിനിമ വളരെ ഈ അടുത്ത കാലത്ത് നമ്മളിപ്പോൾ തന്നെ സിനിമാ രംഗം വളരെ കത്തി നിൽക്കുന്ന വളരെ വിവാദങ്ങളും വളരെ കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥയും ചൂഷണവും സ്ത്രീകളുടെ ആ തരത്തിൽ പലതരത്തിലുണ്ടല്ലോ. സാറിൻ്റെ ഈ സിനിമയെ പറ്റിയുള്ളൊരു കുറിപ്പിൽ സാറ് പറയുന്നുണ്ട്, ഒന്ന് ഈ സിനിമയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, സിനിമയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആധുനിക കാലത്തെ 20-ാം നൂറ്റാണ്ടിലെ 2 വ്യാജ നിർമ്മിതികളാണെന്ന് സാറ് പറയും. ഞാൻ വളരെ ആലോചിച്ചതിന് ശേഷം
ആ പ്രയോഗം സിനിമയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രണ്ട് വ്യാജ നിർമ്മിതികളാണെന്ന്. അത് വളരെ പ്രകോപനപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അറിയാം. അത് അങ്ങനെ തന്നെ ആൾക്കാരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്, ചിന്തിക്കാൻ വേണ്ടിയാണ് ആളുകൾ അതിനെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടി തന്നെയാണ്. അതായത് ഒരു അധികാരത്തിന്റെ ഒരു വലിയ പ്രയോഗം സിനിമ നടത്തുന്നുണ്ട്. സാംസ്കാരികമായ അധികാര പ്രയോഗം, കേന്ദ്രീകൃത അധികാര പ്രയോഗം. സംശയമല്ല. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. സിനിമ എന്ന മീഡിയ അങ്ങനെയാണ്. അതിൻ്റെ സ്വഭാവം, അതിൻ്റെ രീതി ഒക്കെ നോക്കി നമുക്ക് മനസ്സിലാവും. അപ്പോൾ മാർക്സ് കാണാത്ത ഒരു കലയാണ്. ലെനിൻ കണ്ട് അത് വളരെ ജനകീയമാണെന്ന് പറഞ്ഞു. ഇത് ജനകീയമാണെന്ന് ലെനിൻ പറയുന്നത് ഇത് ഒറ്റയടിക്ക് ജനകോടികളിലേക്ക് ലക്ഷങ്ങളിലേക്ക് അതിന്റെ പ്രൊപ്പഗാൻഡ സ്വഭാവം എത്തിക്കാൻ പറ്റും. മനസ്സിലായോ? അതുകൊണ്ടാണ് അത് പറയുന്നത്. അത് അപ്പം ആ അർത്ഥത്തിൽ തന്നെ അതിന് വളരെ എന്താ പറയുക, ഒരു കൊളോണിയൽ സ്വഭാവം അതിനുണ്ട്. എല്ലാവരുടെയും സിനിമ ഒന്നും നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നു. നമ്മൾ ചെന്നിരുന്ന കണ്ണു തുറന്നിരിക്കുക എല്ലാം. അത് ഒരു കൺസ്യൂമറിസ്റ്റ് കർത്തൃത്വം അത് ഏറ്റെടുക്കുക. അത് നമ്മളെ ചിന്തിക്കാൻ അപൂർവ മെയിൻ സ്ട്രീം സിനിമയെ പറ്റിയാ പറയുന്നത്. മനസ്സിലായി. അല്ലാതെ ഈ പറയുന്ന ബദലായിട്ട് പോകുന്ന ബദൽ സിനിമകളെ പറ്റിയോ ഡോക്യുമെന്ററികളെ പറ്റിയോ ഷോർട്ട് ഫിലിംസിനെ പറ്റിയോ ആദ്യകാല സിനിമകളെ പറ്റിയോ ഒന്നുമല്ല പറയുന്നത്. ഇന്നത്തെ മെയിൻ പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദി, മലയാളം, ഇതിലെ പിന്നെ ഹോളിവുഡ് അടക്കം ഉള്ള മെയിൻ സ്ട്രീം സിനിമകൾ. അപ്പോൾ ഈ സിനിമകൾ ഉൽപ്പാദിപ്പിക്കുന്ന സാംസ്കാരിക അധിനിവേശം അത് നമുക്കിപ്പോൾ മലയാളികൾക്ക് അത് വളരെ ബോധ്യമായി കണ്ടുണ്ടാവുന്ന വരും. അപ്പം ഞാൻ അന്ന് ദിലീപ് കേസ് വന്നതിന് ശേഷമെന്ന് പറഞ്ഞാൽ ഞാൻ ആ ലേഖനം ആ കുറിപ്പ് എഴുതുന്നു ഭാഷാഭൂഷണി തോന്നുന്നു. എനിക്ക് മിക്കവാറും അങ്ങനെ ആയിരിക്കണം. അപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട് ഈ ടോർച്ചടിക്കാൻ പാടില്ലാത്ത രണ്ട് രംഗമാണ്. ഒന്ന് ഈ സ്ക്രീനിലേക്ക് ടോർച്ചടിക്കാൻ പാടില്ല, മനസ്സിലായി. മറ്റേ ഫിലിമാണ് ഇപ്പോൾ ഡിജിറ്റലാകുമ്പോൾ ഇങ്ങനെ സ്ക്രീനിലേക്ക് ടോർച്ചടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ കാണിച്ചു തരുന്നേ കാണാൻ പറ്റും. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊന്നും നോക്കിക്കൂടാ, ടോർച്ചാൻ. അപ്പോൾ ഇവർ കാണിച്ചു തരുന്നത് നമ്മൾ കാണാവും. ഒരു കാണിച്ചു തരുന്നതിൻ്റെ അവർ കാണിച്ചു തരുന്നതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കും. ഈവൻ വിമർശനം പോലും ശരിയല്ല എന്നുള്ള രീതിയിൽ വെങ്കടേശന്റെ ഒരു ലേഖനത്തെ പറ്റി സാർ പറയുന്നുണ്ടല്ലോ. സിനിമ നിരൂപണം സിനിമയ്ക്ക് താഴെയാണ് അദ്ദേഹം പറയുന്നത്. സാർ അതിനെ ഖണ്ഡിക്കുന്നു. അതെന്ന് വെച്ചാൽ സിനിമ ഒരു ബിസിനസ്, വ്യവസായം എന്നുള്ള നിലയ്ക്ക് ഇവരൊക്കെ സിനിമ ഇപ്പൊ തന്നെ സാംസ്കാരിക മന്ത്രി ഒക്കെ പറയുന്നത് സിനിമ ഒരു വലിയ വ്യവസായമല്ല, കുറെ പേർക്ക് തൊഴിൽ കൊടുക്കുന്നത്. അപ്പൊ അത് നിലനിർത്തണ്ടേ. അങ്ങനെ സിനിമ നിലനിർത്താൻ വേണ്ടി ഒരു കാലത്ത് നമുക്ക് ഷക്കീല വേണ്ടി, പിന്നെ ഈ മോഹൻലാൽ, മമ്മൂട്ടി, ഇതുപോലെ വലിയ അവതാരം കോടികൾ ഇറക്കണം. പിന്നെ ഈ മാടമ്പി സിസ്റ്റവും ഫ്യൂഡൽ മാടമ്പിത്വം. അത് രോഹിദാസന് പറഞ്ഞിട്ടുണ്ട്. അതൊരു ദളിതൻ സിനിമ പഠിക്കുന്നതുകൊണ്ട് ദളിത് സിനിമ ഉണ്ടാവില്ല, മനസ്സിലായോ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സിനിമ കാണാൻ ആൾക്കാർ വരണമെങ്കിൽ നല്ല സവർണമേനികൾ എന്ന് സങ്കല്പിക്കുന്ന, സവർണമേനികളൊന്നും അങ്ങനെയല്ല കേട്ടോ, മനസ്സിലായി. അവരിലാണ് നമ്മൾ സൗന്ദര്യം ആരോപിക്കുന്നത്. അപ്പോൾ അവർ സ്ക്രീൻ നിറഞ്ഞു നിൽക്കണം. അതുപോലെ പാട്ടുകൾ, ഈ പറയുന്ന ഒരു കൊട്ടാരം. ഏതായാലും ഈ സാറിൻ്റെ ഈ പ്രതികരണം അത് വളരെ ഒരു ശക്തമായൊരു സാന്നിധ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഒരു പ്രത്യേക ദർശനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട രണ്ട് മേഖലകളെ, രണ്ട് കാഴ്ചപ്പാടുകളെ, രണ്ട് ലോകങ്ങളെ, ഒന്ന് ലിബറൽ ജനാധിപത്യം, മറ്റൊന്ന് ഈ തൊഴിലാളി വർഗ സർവാധിപത്യം, ഈ രണ്ട് മേഖലകളെയാണ് സാർ പ്രധാനമായിട്ട് വിമർശന വിധേയമാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു മറുപടി എന്ന നിലയ്ക്ക് കീഴാള സൂക്ഷ്മ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ കീഴാള സ്വരാജിനെ മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ചിന്താ പദ്ധതി, അതായത് മൂലധനത്തെയും ഈ കൂലിവേലയെയും ഒരേപോലെ വിമർശന വിധേയമാക്കുന്ന ചിന്താ പദ്ധതി വളരെ പ്രസക്തമാണെന്നാണ് തോന്നുന്നത്. കേരളം അത് തീർച്ചയായിട്ടും അതിൻ്റെ അർഹിക്കുന്ന രീതിയിൽ തന്നെ ചർച്ച ചെയ്യണം. അതിനാണ് ഈ ഒരു സംവാദം ഉതകേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും കേരളീയത്തിന് വേണ്ടി സാറ് ഇത്രയും സമയം ഈ സംഭാഷണത്തിൽ ഇരുന്ന് തന്നതിന് എല്ലാവിധത്തിലുള്ള നന്ദിയും അറിയിക്കുകയാണ്. നമസ്കാരം. ഈ
ശാരീരിക ആവശ്യതകൾ മൂലം ഇങ്ങനെ പുറം ലോകം കാണാതെ ഇവിടെ ഇരിപ്പായ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു സംഭാഷണം സാധ്യമാക്കിയതിന് കേരളീയത്തോടും എല്ലാവിധ പ്രവർത്തനങ്ങളും നന്ദി. ശരി സാർ.